ഒരു പുസ്തക പ്രകാശനത്തിന് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കമ്പാഷനാണ് ഇപ്പോൾ ചെയ്തത്. സാധാരണ ഈ പ്രകാശനം ചെയ്യുന്ന പുസ്തകങ്ങൾ ഒരു ഗിൽറ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ആർക്കും തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഒട്ടിച്ച് ആ പുസ്തകത്തെ പരമാവധി ഉപദ്രവിച്ചിട്ടാണ് റിലീസ് ചെയ്യുക. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അത് 5-10 സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ടുണ്ടാവും. ഈ റിലീസ് ചെയ്യാൻ വരുന്ന ആൾ ഇത് തുറക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഏറ്റുവാങ്ങുന്ന ആൾ അത് പിടിച്ചു വാങ്ങിക്കും, പിന്നെ അധ്യക്ഷൻ പിടിച്ചു വാങ്ങിക്കും. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുറക്കുക. ഇത് തുറന്നതിന് ശേഷം ഇതെല്ലാം ചുരുട്ടി കൂട്ടിയൊരു സൈഡിലേക്ക് എറിയും. ഇതല്ലാതെ ഞാൻ ആദ്യമായിട്ടൊരു ബുക്ക് റിലീസ് ഫംഗ്ഷൻ അനുഭവിച്ചത് ഫേൺഹില്ലിൽ പോയപ്പോഴാണ്. ഒരു ബുക്ക് റിലീസ് ഫംഗ്ഷൻ ഫേൺഹില്ലിൽ നടക്കുമ്പോൾ ആരോ ഇത് പേപ്പറിൽ പൊതിയാൻ ശ്രമിച്ചപ്പോൾ ഗുരു പറഞ്ഞു, എന്തിനാണ് അങ്ങനെയൊക്കെ പൊതിയുന്നത്, ഒരു ചെറിയ കവറിലിടൂ, എന്നിട്ട് അത് തുറന്നിട്ട് വരുന്ന ആൾക്ക് കൊടുക്കൂ. പക്ഷെ നമുക്കത് സാധിക്കില്ല. ഒരു പക്ഷേ ലൈഫിനെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുള്ള, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേറ്റഡായി ജനിച്ച മറ്റൊരു ജീവി ഉണ്ടാവില്ല. രണ്ട് രീതിയിലാണ് മനുഷ്യനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ഒന്ന്, ജീവികളിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജീവി മനുഷ്യനാണ്. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ജീവിതത്തെ ആക്കിയ ജീവിയും മനുഷ്യനാണ്. ഈ ദലൈലാമ സ്നേഹത്തെക്കുറിച്ച് ഞാൻ സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വചനം, സ്നേഹം വരാൻ വേണ്ടി കാത്തിരിക്കരുത്, നമ്മൾ പോയി സ്നേഹിച്ചു തുടങ്ങണം. അങ്ങനെ ബോധപൂർവം സ്നേഹിച്ച് തുടങ്ങുന്നിടത്ത് ഉണർന്നു വരുന്നതാണ് സ്നേഹം. മനുഷ്യന് ഒരിക്കലും അപ്പുറത്തിരിക്കുന്നവരോട് നാച്ചുറലായിട്ട് സ്നേഹം വരില്ല. സ്വന്തം കുഞ്ഞിനോട് മാത്രമേ വരൂ നാച്ചുറലായിട്ട്. അതുണ്ടാക്കണം. മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ് റബ്ബർ ബാൻഡ് പോലെയാണ്. അത് നാച്ചുറലായിട്ടിരിക്കുമ്പോൾ വളരെ ചെറുതായിട്ടേ ഇരിക്കും. പക്ഷെ നമുക്കതിനെ നീട്ടി വലിച്ച് വലുതാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ വലുതാക്കി വെച്ചാൽ മാത്രമേ അത് വലുതായിരിക്കൂ. നമ്മൾ ഈ കമ്പാഷനെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, എന്തിനെക്കുറിച്ചും നിരന്തരം സെമിനാറുകളും പ്രഭാഷണങ്ങളും കവിതകളും പുസ്തകങ്ങളൊക്കെ എഴുതേണ്ടി വരുന്നത് നമ്മളുടെ ഉള്ളിൽ അത് നാച്ചുറലായിട്ടില്ലാത്തത് കൊണ്ടും നിലനിർത്തേണ്ടതുകൊണ്ടുമാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തെ പൂരിപ്പിക്കുന്നത് വളരെ നാച്ചുറലായിട്ടുള്ള മനുഷ്യൻ്റെ ബോധം എന്ന് പറയുന്നത് വളരെ വിരസമാണ്, അടിസ്ഥാനപരമായി വിരസമാണ്. കാരണം നാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ആത്മോപദേശ ശതകത്തിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്, അറിവിലിരുന്ന് ഒരു അഹന്ത ആദ്യമുണ്ടായി വരും, അതിനോട് ഒരു ഇദന്ത വാമയായും വരും, ഇവ രണ്ടുലഭങ്ങൾ പോലെ മായാമരമഖിലം മറയെ പടർന്നിടുന്നു. നമ്മളുടെ ബോധത്തിൽ, കോൺഷ്യസ്നെസ്സിൽ ആദ്യം ഉണരുന്ന സ്പന്ദനം ഞാൻ എന്നുള്ളതാണെന്നും പിന്നീട് അതിനോട് ചേർന്ന് വരുന്നത് എൻ്റേത് എന്നുള്ളതാണെന്നും ഈ ഞാനിൻ്റെയും എൻ്റേതിൻ്റെയും മാത്രം വള്ളിപ്പടർപ്പുകളാൽ സർവം എന്നത് മറഞ്ഞു പോയിരിക്കുന്നു എന്നാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ കരയുന്നത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നും എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നും പറഞ്ഞിട്ടാണ്. ഏറ്റവും കൂടുതൽ ആളുകളുടെ സങ്കടം അതാണ്. ഞാൻ അപ്പുറത്തിരിക്കുന്നവരെ മനസ്സിലാക്കുന്നുണ്ടോ, അപ്പുറത്തിരിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ഒരു ചിന്ത നമ്മളുടെ ബോധത്തിൽ നാച്ചുറലായിട്ട് വരില്ല. ഈ നാച്ചുറലായിട്ട് ഞാനും എൻ്റേതും മാത്രമേ ഫങ്ഷൻ ചെയ്യൂ. ഈ ഞാനും എൻ്റേതിനും നാച്ചുറലായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ചെറിയൊരു ടെറിട്ടറി ഉണ്ട്. അതാണ് ഈ റബ്ബർ ബാൻഡ് എന്ന് പറയുന്നത്. ആ ടെറിട്ടറിയുടെ ഉള്ളിലുള്ളതിനെ സ്നേഹിക്കലാണ്, അതിനെ ചേർത്ത് പിടിക്കലാണ്, അതിനോട് ചേർന്ന് നിൽക്കലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എന്നാണ് എൻ്റെ തലച്ചോറ് എന്നോട് എപ്പോഴും പറയുന്നത്. അപ്പുറത്തിരിക്കുന്ന അപരനിലേക്ക്, അപരൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നിൽ നിന്ന് അന്യമല്ലാത്തവെന്നാണ്. അന്യം എന്നല്ല അർത്ഥം, പരനല്ലാത്തവെന്നാണ്. പക്ഷെ നമുക്ക് പരനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്.
ഞാൻ വായിച്ചിട്ടുള്ള ഒരു ഒരു ഈയിടെ ഗുരുനിത്യ ഒരിക്കൽ പറഞ്ഞത്, നമുക്ക് എന്തിനോടെങ്കിലും ഇഷ്ടം തോന്നുന്നത്, ആഴത്തിലുള്ള ഇഷ്ടം തോന്നുന്നത്, അത് നമ്മളിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നത് കൊണ്ടാണ്. ഇഷ്ടം തോന്നിയത് സ്വന്തമാക്കാൻ തോന്നുന്നത് അത് നമ്മളിൽ നിന്ന് അന്യമാണെന്ന് തോന്നുന്നത് കൊണ്ടാണ്. അപ്പം നമ്മളിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നതെല്ലാം നമ്മളിൽ നിന്ന് അന്യമാണെന്ന് തോന്നുന്ന രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ജീവൻ്റെ ശരീരം പേറി ജീവിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് നമുക്കൊരിക്കലും, ബുദ്ധന് പോലും ശ്രദ്ധയുണ്ടെങ്കിലേ കമ്പേഷനേറ്റ് ആവാൻ പറ്റൂ. അല്ലാണ്ട് നാച്ചുറലായിട്ട് എപ്പോഴും കമ്പേഷനേറ്റ് ആയിട്ടിരിക്കാൻ പറ്റില്ല മാനിഫെസ്റ്റ് ചെയ്ത ഒന്നിന്. അതുകൊണ്ട് നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ആവശ്യമാണ്. കമ്പേഷൻ എന്ന് പറയുന്നത്, പക്ഷെ ഏറ്റവും വലിയ ഒരു പ്രശ്നം, എല്ലാം സ്വന്തമാക്കുന്നിടത്താണ് എന്നോടൊപ്പം എല്ലാവരും ചേർന്ന് നിൽക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിന് സ്വസ്ഥത ഉണ്ടാവുക, തൃപ്തി ഉണ്ടാവുക എന്നാണ് നമ്മൾ എത്ര അറിഞ്ഞാലും നമ്മളുടെ ബോധം നമ്മളോട് പറയാം. അറിവ് കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല നമ്മളുടെ ബോധത്തിൻ്റെ സ്വഭാവം. എത്ര അറിവുണ്ടായാലും നമ്മളുടെ ബോധം ഞാനെന്നും എൻ്റേത് എന്നിൽ നിന്നും തങ്ങി നിൽക്കുകയേ ഉള്ളൂ. ആകെയുള്ളൊരു വഴി അലിവാണ്. അലിവിലൂടെ മാത്രമാണ് നമുക്ക് ചെറിയൊരു വെളിച്ചുണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവരൊരു സൈക്കോളജിസ്റ്റാണ്. അവർ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോവാം, എറണാകുളത്താണ്. പെട്ടെന്ന് അവരുടെ കണ്ണിൽ റോഡ് സൈഡിൽ ഒരു പൂച്ച, വളരെ ക്ഷീണിച്ചൊരു പൂച്ച, എന്തോ പാതി പുറത്ത് വന്നിട്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വിഷമിക്കുന്നത് പോലെ അവർ കാണണം. എങ്ങനെയോ അവരുടെ കണ്ണ് അതിലേക്ക് എത്തുകയാണ്. ഉടനെ അവർ വണ്ടി സൈഡിലേക്ക് നിർത്തി ചെന്ന് നോക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണി എടുക്കുന്ന ഒരു അമ്മ പൂച്ച പ്രസവിക്കാൻ പറ്റാതെ പാതി പ്രസവിച്ചു, കുഞ്ഞ് പാതി പുറത്ത് വന്നിട്ടുണ്ട്, അങ്ങ് തളർന്ന് കിടക്കുകയാണ്. ഉടനെ അവർ അവിടുന്ന് അവരുടെ സുഹൃത്തിന് ഫോൺ വിളിക്കുന്നു. ഫോൺ വിളിച്ച്, നീ പെട്ടെന്നൊരു ബോക്സായിട്ട് വരണം, ഞാൻ ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നത്, ഒരു ലൊക്കേഷൻ ഇട്ട് കൊടുക്കുന്നു. അവരൊരു ബോക്സായിട്ട് ഓടി വരുന്നു. ഇവർ ഇതിനെ എടുത്ത് തൊട്ടടുത്തുള്ള ഒരു പെറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ആശുപത്രിയിലേക്ക് ഈ പൂച്ചനെ കൊണ്ടുചെല്ലുന്നുണ്ട്. അവിടെ ഉള്ളവരൊക്കെ ചിരിച്ച് നിൽക്കുകയാണ്. കാരണം അവിടെ പേർഷ്യൻ പൂച്ചയും ജർമ്മൻ ഷെപ്പേർഡ് നായനെ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. നല്ല പൈസ കൊടുത്ത് ചികിത്സിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത്, ഇത് തെരുവ് പൂച്ചയല്ലേ? അപ്പോൾ അവർ പറഞ്ഞു, അല്ല, ഇത് പൂച്ചയാണ്. നമ്മൾ ഒരാളുടെ ഉള്ളിൽ, നമുക്കൊക്കെ പൊതുവെ 99% മനുഷ്യർക്കും ആ പൂച്ച തെരുവ് പൂച്ചയാണ്. നമ്മളുടെ ബോധം അങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുക. ഈ തെരുവ് പൂച്ചയെ ഒരു പൂച്ചയായിട്ട് കാണുക എന്ന് പറയുന്നത് അപൂർവ മനുഷ്യരിൽ മാത്രമേ സംഭവിക്കുള്ളൂ. അപ്പോൾ അവർ ചിരിച്ചു പറയുമ്പോൾ ഇവർ വളരെ ഗൗരവത്തിൽ, പൂച്ചയാണ്, ഇതിനെന്താ പ്രശ്നം എന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇതിന് ഒരുപാട് പൈസയാവും, ഇവിടെ നല്ല ചിലവാണ്. അപ്പോൾ സാരമല്ല, ഞാൻ ചിലവിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, ഈ പൂച്ചയെ രക്ഷപ്പെടുത്തണം. അങ്ങനെ അവർ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ആ പൂച്ചയെ, കുഞ്ഞിനെ പുറത്തെടുത്തു. ആ പൂച്ച മരിച്ചു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഇവർ ചോദിച്ചു, ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ അതിൻ്റെ ഉള്ളിൽ ഇനി പൂച്ചക്കുഞ്ഞുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഒരു എക്സ്റേ എടുക്കണം, അതിന് 500 രൂപയാവും. പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾ എടുക്കൂ. അങ്ങനെ എക്സ്റേ എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പൂച്ച കൂടിയുണ്ട്. അപ്പോൾ പറഞ്ഞാൽ അതിനെ മരിക്കാതെ പുറത്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നിങ്ങളിതിനോട് അഡ്മിറ്റ് ചെയ്തോളൂ. അപ്പോൾ പറഞ്ഞു, അഡ്മിറ്റ് ചെയ്യാനും പൈസ വേണം. പറഞ്ഞു, എത്ര പൈസ ആയാലും കുഴപ്പമില്ല, നിങ്ങൾ അഡ്മിറ്റ് ചെയ്തോളൂ. അങ്ങനെ പൂച്ചേനെ അവർ അഡ്മിറ്റ് ചെയ്തു. പിറ്റേന്ന് വന്ന് ഈ പൂച്ച പ്രസവിച്ചു. അവർ ഭക്ഷണമൊക്കെ കൊടുത്ത് അതിനവിടെ കിടത്തിയിട്ടുണ്ട് ഒരു കൂട്ടിൽ. അപ്പോൾ ഇവർ അതിൻ്റെ അടുത്ത് ചെന്ന് ഇരുന്നപ്പോൾ ആ പൂച്ച അവരുടെ കണ്ണിലേക്കൊന്ന് നോക്കി. അവരെന്നിട്ട് പറയുന്നത്, ഒരു പക്ഷേ ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ എന്തൊക്കെ പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോയാലും എനിക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു സ്നേഹം ആ അമ്മ പൂച്ചയുടെ നോട്ടത്തിൽ എൻ്റെ ഹൃദയത്തിൽ കിട്ടി. ഞാൻ വായിച്ച വേദഗ്രന്ഥങ്ങളേക്കാൾ, കവിതകളേക്കാൾ ഒക്കെ മഹത്വമാർന്നൊരു വെളിച്ചാണ് എനിക്കത് പകർന്നു തന്നത്. അവസാനം അവർ ഇതിനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബില്ല് ചോദിച്ച് ചെന്നപ്പോൾ ഡോക്ടർ ഭയങ്കര കുറ്റബോധത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പകുതി പൈസ തന്നാൽ മതി, പകുതി പൈസ ഞങ്ങൾ വഹിച്ചോളാം. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ആലോചിച്ചത്, ഞാനൊരു മൃഗ ഡോക്ടറാണ്. എത്രയോ കാലങ്ങളായി പൂച്ചയെയും നായയെയും എല്ലാറ്റിനെയും ചികിത്സിക്കുന്ന ഒരാളാണ്. തെരുവിൽ കിടക്കുന്ന ഒരു പൂച്ച എൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന പേർഷ്യൻ പൂച്ച പോലെ തന്നെ ഒരു പൂച്ചയാണെന്ന് എന്നെ നിങ്ങളാണ് പഠിപ്പിച്ചു തന്നത്. അപ്പം നിങ്ങളുടെ ഒരു കമ്പേഷൻ, ഒരാളുടെ ഉള്ളിൽ ഉണരുന്ന കാരുണ്യം ഒരു പ്രവൃത്തിയായി പുറത്തു വരുമ്പോൾ, അതൊരാശയമായി പുറത്തു വരുമ്പോൾ വെറും സ്റ്റിമുലേഷൻ മാത്രമേ ഉണ്ടാവൂ. ഈ ഒരു കഥ ഞാനിവിടെ പറഞ്ഞാൽ ഈ കഥ കേൾക്കുന്ന ആളുകളുടെ ഉള്ളിലൊക്കെ കമ്പേഷൻ ഉണരും. അത് വെറും സ്റ്റിമുലേഷനാണ്, കമ്പേഷൻ അല്ല. നമ്മൾ കവിത വായിച്ചും നോവൽ വായിച്ചും സിനിമ കണ്ടും നമ്മുടെ ഹൃദയം നിറയുകയും കണ്ണ് നിറയുകയും ഒക്കെ ചെയ്യുന്നത് അല്പം പോലും കമ്പേഷനല്ല. അത് പാതി വെന്ത അപ്പം മാത്രമാണ്. അത് സത്യമാണ്. കമ്പേഷനിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ് സ്റ്റിമുലേഷൻ, കമ്പേഷൻ അല്ല. നമ്മളിനി ബുദ്ധൻ്റെ കഥ വായിച്ചാലും ഇപ്പോൾ ഈ കഥ കേട്ടാലും, പക്ഷേ ആ സൈക്കോളജിസ്റ്റായിട്ട് ആ പൂച്ചയെ ആശുപത്രിയിൽ കൊണ്ടുപോയ ആൾ, അത് കണ്ടു നിന്നവർ, അത് അനുഭവിച്ച ഡോക്ടർക്ക് അന്ന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. താൻ ആദ്യമായിട്ട് ഒരാൾ ആ ആളെ തിരിച്ചറിയണം. ഈ ഒരു റിയലൈസേഷൻ ഉണ്ടാവുക. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ അതിൽ പ്രധാനമായിട്ട് ബുദ്ധ ദർശനങ്ങളും പിന്നെ അതിൽ കുട്ടികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരു പാരൻറ്റിങ്ങിലെ കമ്പേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞൊരു 25 വർഷമായിട്ട്, ഞാൻ പെട്ടെന്ന് നിർത്താം, 25 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് കുട്ടികളായിട്ടാണ്. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് മാതാപിതാക്കളോടും ടീച്ചേഴ്സിനോടുമാണ്, മുതിർന്നവരോടാണ്. അപ്പോൾ എനിക്ക് മുതിർന്നവർക്ക് വേണ്ടി, ഞാൻ ഉൾപ്പെടെയുള്ള മുതിർന്നവർക്ക് വേണ്ടി കുഞ്ഞുങ്ങളെക്കുറിച്ചൊരു പുസ്തകം എഴുതണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ മക്കളായിട്ടുള്ളൊരു 100 പേരെ സെലക്ട് ചെയ്തിട്ട് അവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് ഞാൻ ആ പുസ്തകം എഴുതിയത്. ഞാൻ അവരോട് ചെന്ന് ചോദിച്ചു, ഞങ്ങൾ മുതിർന്നവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഞങ്ങളിൽ എന്ത് മാറ്റം ഉണ്ടാവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കാലങ്ങളായിട്ട് നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് കുട്ടികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് മുതിർന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മുതിർന്നു വരുന്നതിൻ്റെ ഒരു പ്രശ്നം, മനുഷ്യർക്കുള്ളൊരു പ്രോബ്ലം, പ്രായമാകുമ്പോൾ അറിവുള്ളവരും പക്വതയുള്ളവരുമായി തീരുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ ഞാനൊരു വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോളുണ്ട്. അപ്പോൾ ഞാൻ ആ മോളോട് ചോദിച്ചു, മോളെ ഞങ്ങൾ മുതിർന്നവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ആ മോൾ എന്നോട് പറഞ്ഞു, മുതിർന്നവരവിടെ നിൽക്കട്ടെ, ഷൗക്കത്ത് മാമൻ്റെ പ്രശ്നം പറയാം, ഷൗക്കത്ത് മാമനിലുണ്ടാവേണ്ട മാറ്റം പറയാം. അപ്പം ഞാൻ അതുവരെ വിചാരിച്ചിരുന്നത്, ആ ഡോക്ടർ വിചാരിച്ചിരുന്നത് പോലെയാണ്. ആ ഡോക്ടർ അതുപോലെ വിചാരിച്ചിരുന്നത് ഞാൻ നന്നായിട്ട് മൃഗങ്ങളെ ചികിത്സിക്കുന്ന ആളാണെന്നും, കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളത് പേർഷ്യൻ പൂച്ചയും ജർമ്മൻ ഷെപ്പേർഡും ഇതൊക്കെയാണ്. അതിനൊക്കെ വളരെ കമ്പേഷനേറ്റായിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കമ്പേഷനേറ്റ് അല്ലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് ആദ്യമായിട്ട് തൻ്റെ മുമ്പിൽ ഒരു തെരുവ് പൂച്ചേനെ ഒരാൾ കൊണ്ടുവന്നപ്പോഴാണ്. ഈ തെരുവ് പൂച്ചയാണോ എന്ന് ആളുടെ ഉള്ളിൽ അപ്പോൾ വന്നത്, ഒരു താൻ പരിഗണിക്കേണ്ടതുണ്ടെന്നുള്ളൊരു തോന്നൽ വന്നില്ല. പക്ഷെ ജർമ്മൻ ഷെപ്പേർഡ് വരുമ്പോൾ നന്നായി തലോടി സ്നേഹിച്ച് എന്നിട്ട് തന്നെയാണ് അതിനെ പരിപാലിച്ചിരുന്നത്. ഇതേ സംഭവമാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ എല്ലാ കുട്ടികളെയും നന്നായി റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോളെ, എന്താണ് എന്നിൽ മാറ്റം വരേണ്ടത്? അപ്പം എന്നോട് പറഞ്ഞു, ഷൗക്കത്ത് മാമൻ ഇവിടെ വന്നാൽ എന്നെ കെട്ടിപ്പിടിക്കും, എനിക്ക് മിഠായി തരും, എന്നോട് വളരെ സ്നേഹത്തിലൊക്കെ പെരുമാറും. കുറച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും വരും. അച്ഛനും അമ്മയും വന്ന് ഈ സോഫയിലിരിക്കും, ഞാനും അപ്പുറത്തിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒരുപാട് വലിയ വലിയ വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങും. നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഷൗക്കത്ത് മാമൻ ഒരിക്കലും എനിക്ക് ഐ കോണ്ടാക്റ്റ് തരാറില്ല. പിന്നെ അച്ഛനും അമ്മയെ മാത്രം നോക്കിയാണ് ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, എന്താണ് എൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കാത്തത്? ഞാൻ അപ്പോഴാണ് ആലോചിക്കുന്നത്, സത്യമാണ്. ഞാൻ പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങളെല്ലാവരും ആലോചിച്ചാൽ എല്ലാവരും ഇതിൽ പെടും. നമ്മളുടെ അടുത്തൊരു 10 ആൾ വന്ന് നമ്മുടെ മുൻപിൽ ഇരുന്നാൽ വളരെ അപൂർവ ആൾക്കാരായിരിക്കും അതിൽ നിന്ന് മാറിയിരിക്കുന്നവരുണ്ടാവുക. നമ്മളെല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞ് പിന്നെ സംസാരം തുടരുമ്പോൾ അറിയാതെ നമ്മുടെ ഐ കോണ്ടാക്റ്റ് അതിൽ പ്രധാനപ്പെട്ട ആളുകളിൽ മാത്രം ഉടക്കി നിൽക്കും.
ബാക്കിയുള്ളവർ മുഴുവൻ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരാവും. നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ പ്രധാനപ്പെട്ട ആളുകളെ മാത്രമായിരിക്കും. അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ജാതിയിൽ, മതത്തിൽ, പണത്തിൽ, പ്രശസ്തിയിൽ, അധികാരത്തിൽ, പ്രായത്തിൽ, ജെൻഡറിൽ നൂറ്റാണ്ടുകളായി നമ്മൾ മാനിച്ച് ശീലിച്ചിട്ടുള്ള ആളുകളാരാണോ അതിന് തനിക്കൊപ്പത്തിനൊപ്പം നിൽക്കുന്നവരെയും അതിന് മുകളിലുള്ളവരേക്കും മാത്രം ഐ കോണ്ടാക്റ്റ് കൊടുക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ തലച്ചോറ്. അതായത് നമ്മുടെ തലച്ചോറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ തലച്ചോറിൻ്റെ ശരി നമ്മൾ അറിഞ്ഞതല്ല, ശീലിച്ച് ഉറച്ചതാണ്. അറിവ് കൊണ്ട് ഒരിക്കലും അതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ശീലിച്ച് ഉറച്ച എൻ്റെ ശരിക്ക് ഗൗരവമായൊരു വിഷയം സംസാരിക്കുമ്പോൾ കുഞ്ഞിനെയും കൂടി അഡ്രസ്സ് ചെയ്യുക, അതിൻ്റെ മുഖത്തേക്ക് കൂടി നോക്കേണ്ടതുണ്ടെന്ന് തലച്ചോറിന് അറിയില്ല. അത് ബോധപൂർവം ഞാൻ തുടക്കത്തിൽ നമ്മുടെ ദലൈലാമ പറഞ്ഞതുപോലെ ബോധപൂർവം തല തിരിക്കണം, നാച്ചുറലായിട്ട് നോക്കില്ല. കാരണം നാച്ചുറലായിട്ട് നമ്മൾ ജാതി ഭേദമുള്ളവരാണ്. നമ്മളൊരു ഹയറാർക്കിക്കൽ സ്പീഷീസ് എന്നുള്ള നിലയിൽ നമുക്കൊപ്പത്തിനൊപ്പവും നമുക്ക് മുകളിലും എന്ന് തോന്നുന്നവരെ മാത്രം പരിഗണിക്കുകയും നമുക്ക് താഴെ എന്ന് അനുഭവിച്ചിട്ടുള്ള ഞാൻ അനുഭവിക്കണമെന്നില്ല, എൻ്റെ ജീൻ അനുഭവിച്ചിട്ടുള്ള ഞാൻ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ജീനുകൾ അനുഭവിച്ചിട്ടുള്ള എനിക്ക് താഴെ തോന്നിയവർക്ക് നാച്ചുറലായിട്ട് ഐ കോണ്ടാക്റ്റ് കൊടുക്കില്ല. അപൂർവ ആൾക്കാരെ അത് ചെയ്യും. അത് എപ്പോഴാണോ ഞാൻ ബോധപൂർവം എൻ്റെ തല തിരിക്കുന്നത്, അപ്പോഴാണ് ഞാൻ കമ്പാഷനുള്ള ആളായിട്ട് മാറുക. ഇത് ഞാൻ അതിന് ശേഷം എത്രയോ വേദികളിൽ പോയി സംസാരിക്കുമ്പോഴും ഞാൻ കോൺഷ്യസ്ലി തിരിക്കണം തല. ഞാൻ എവിടെയെങ്കിലും ആദ്യം കുട്ടികളുണ്ടോ എന്ന് നോക്കും, ഉറപ്പ് വരുത്തും. എന്നിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവരെയും കൂടി നോക്കും. ഇത് അധികം തങ്ങി നിൽക്കില്ല. കാരണം നമ്മൾ നൂറ്റാണ്ടുകളായി പ്രായമായവരെ ബഹുമാനിക്കണം എന്നും മാത്രമേ ശീലിച്ചിട്ടുള്ളൂ. നമ്മളെക്കാൾ കുറഞ്ഞവരെ ബഹുമാനിക്കണമെന്ന പ്രാക്ടീസ് നമ്മളുടെ സദാചാര ബോധത്തിലോ നമ്മളുടെ കമ്പാഷൻ്റെ ലോകത്തിലോ നമ്മളുടെ സ്നേഹത്തിൻ്റെ ലോകത്തിലോ ഉണ്ടായിട്ടില്ല. പ്രായമായവരെ മാത്രമല്ല, ഒപ്പത്തിനൊപ്പം പ്രായമുള്ളവരെയും പ്രായം കുറഞ്ഞവരെയും ബഹുമാനിക്കണം. ഞാൻ ഗുരുനിത്യയുടെ കൂടെ താമസിക്കുന്ന കാലത്ത് ഗായത്രി എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ ഗായത്രിയോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കും. അപ്പോൾ ഗായത്രി എന്നോട് ചോദിച്ചു, ഷൗക്കത്ത് എന്താ എൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കാത്തത്? എന്താണ് ഒന്ന് തുടർച്ചയായിട്ട് എൻ്റെ കണ്ണിലൊന്ന് നോക്കി സംസാരിക്കും. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, 99% പുരുഷന്മാർക്കും സ്ത്രീകളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റില്ല. കാരണം അവൻ സ്ത്രീയെ നോക്കി തുടങ്ങിയത് ഇപ്പോഴാണ്. പണ്ട് ആകെ സ്ത്രീയെ കണ്ടിരുന്നത് നോക്കിയിരുന്ന ഒറ്റ കണ്ണിലൂടെ മാത്രമാണ്. ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ തൻ്റെ മുൻപിൽ നിൽക്കുന്ന സ്ത്രീ ഒരു വസ്തുവല്ല, അതൊരു ഇൻഡിവിജ്വലാണ്. എന്നെപ്പോലെ തന്നെ വ്യക്തിത്വമുള്ള ഒരു ഇൻഡിവിജ്വലാണെന്നുള്ള നിലയിൽ നോക്കി തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അതുകൊണ്ട് സമത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആഴത്തിൽ ആശയം ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് പോലും ഒരു സ്ത്രീയോട് അനായാസതയോടെ ഇടപഴകണമെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം. ആശയം മാത്രം പോരാ, പ്രാക്ടീസ് ചെയ്തിലേക്ക് എത്ര. ഇപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഒരു പുരുഷനോട് സംസാരിക്കുന്ന അതുപോലെ ഒരു സ്ത്രീയോട് ഒരാശയവിനിമയം ചെയ്യാനും വർത്തമാനം പറയാനും 20 കൊല്ലം എനിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നിരന്തരം. മുമ്പ് ഈ പറയണത് പോലെ സ്ത്രീകൾ, ഈ കുഞ്ഞുങ്ങളുടെ അതേ അവസ്ഥയായിരുന്നു സ്ത്രീ ഒരു ജാതിയിൽ കുറഞ്ഞ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ മനുഷ്യൻ്റെ ബോധം പുരുഷ കേന്ദ്രീകൃതമാണ്. അത് മനുഷ്യ കേന്ദ്രീകൃതമോ ജീവകേന്ദ്രീകൃതമോ അല്ല. ആ പുരുഷ കേന്ദ്രീകൃതമായ ബോധത്തിൽ നിന്ന്, ആ പുരുഷ കേന്ദ്രീകൃതമായ ബോധം തന്നെ തനിക്കൊപ്പവും ഏതെങ്കിലും രീതിയിൽ തനിക്കൊപ്പവും മുകളിലുള്ളവരെയും മാത്രം ആണുൾപ്പെടെ റെസ്പെക്റ്റ് ചെയ്ത് ശീലിച്ചിട്ടുള്ളതാണ്. അതിനോടൊക്കെ നിരന്തരം സമരം ചെയ്ത് ഈ ഒരു പുരുഷ കേന്ദ്രീകൃതമായ ബോധത്തിൽ നിന്ന് മനുഷ്യ കേന്ദ്രീകൃതമായ ബോധത്തിലേക്ക് ഉണർന്ന് അതിൽ നിന്ന് മനുഷ്യരിൽ തന്നെ ആണ് പെണ്ണ് ചെറുത് വലുത് എന്ന ഭേദമില്ലാതെ സർവരോടും തുല്യതയോടെ പെരുമാറി ശീലിക്കുക, കാണുക എന്നാണ്. എല്ലാവരെയും ഒന്നായിട്ട് കാണാൻ പറ്റും, പെരുമാറാൻ പറ്റില്ല. ഗുരുനിത്യ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം,
നിങ്ങൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഇടത്തായിരിക്കണം നിങ്ങൾ ഏറ്റവും ശ്രദ്ധാലുവാവേണ്ടത്. കാരണം ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഇടത്താണ് നിങ്ങളിൽ ഏറ്റവും മോശമായതൊക്കെ പുറത്തു വരിക. മോശമായതെന്ന് വെച്ചാൽ നമ്മളുടെ മനുഷ്യൻ പുറത്തു വരിക. അത് നമ്മുടെ വീട്ടിലാണ്. വീട്ടിൽ ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം കുടുംബനാഥനാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അയാൾക്ക് താഴെയുള്ള ആളാണ്, ജാതിയിൽ കുറഞ്ഞ ആളാണ്. അതുകൊണ്ട് നമ്മൾ ഒരു വീടിൻ്റെ പുറത്തിറങ്ങി അകത്ത് കയറുമ്പോൾ നമ്മളുടെ വസ്ത്രം അഴിച്ചു വെച്ച്, നമ്മുടെ ബാഗ് വലിച്ചെറിഞ്ഞ്, നമ്മുടെ മേക്കപ്പുകളൊക്കെ അഴിച്ചു വെച്ച്, നമ്മൾ ലുങ്കിയും ബനിയനും മാക്സിയൊക്കെ ഇട്ട് കഴിഞ്ഞ ഉടൻ നമ്മൾ റിയലായിട്ടുള്ള നമ്മളാവും. പിന്നെ നമ്മളുടെ നാക്കിൽ നിന്ന് പുറത്ത് വരുന്നത് നമ്മുടെ ഭാവം അടിസ്ഥാനപരമായി നമ്മളൊരു ഫാസിസ്റ്റാണെന്ന് തിരിച്ചറിയും. ഈ ഒരു ഫാസിസ്റ്റിൽ നിന്ന് മനുഷ്യനിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഫരീദുദ്ദീൻ അത്താർ പറയുന്ന എനിക്ക് വളരെ മനോഹരമായ ഒരു വാക്കുണ്ട്. അവനവനോട് നിരന്തരം സമരം ചെയ്യാൻ തയ്യാറാകുന്ന ഒരാൾക്ക് മാത്രമേ നല്ലൊരു മനുഷ്യനാവാൻ പറ്റൂ. ഈ ഒരു അസമത്വത്തെ, അതായത് വളരെ ഞാൻ മാത്രമാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന എൻ്റെ തലച്ചോറിനെ പറഞ്ഞ് പഠിപ്പിച്ച് അപ്പുറത്തിരിക്കുന്നവരിലും ശരികളുണ്ട്, അതൊരു കുട്ടി പറഞ്ഞാലും പ്രായമായവർ പറഞ്ഞാലും ആണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും ആര് പറയുന്നു എന്ന് നോക്കാതെ എന്ത് പറയുന്നു എന്ന് നോക്കി അത് ശ്രദ്ധിക്കൂ എന്ന് എന്നെ നിരന്തരം ചിന്തിപ്പിച്ചാൽ, നമ്മുടെ തലച്ചോറ് ചിന്തിക്കുന്ന അവയവമൊന്നുമല്ല, ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു അവയവം മാത്രമാണ്. സത്യത്തിൽ നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റിനനുസരിച്ചാണ്, ഫോളോ ചെയ്യുന്ന അവയവ ചിന്ത. ഞാൻ ഈയിടെ എവിടെയോ വായിച്ചു, സൂക്ഷ്മാർത്ഥത്തിൽ ചിന്ത എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ ഒരു ഏഡഡ് എബിലിറ്റി ആണെന്ന്, നാച്ചുറലായിട്ടല്ല ഫങ്ഷൻ. അതുകൊണ്ടാണ് ചിന്തിക്കാൻ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരുന്നത്. ദേഷ്യം പിടിക്കാൻ ചിന്തിക്കണ്ട, ക്ഷമിക്കാൻ ചിന്തിക്കണം. ദേഷ്യം പിടിക്കുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്, ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ പ്രോസസ്സാണ്. ഈ ഒരു നാച്ചുറൽ പ്രോസസ്സിൽ നിന്ന് ഒരു കൾച്ചറൽ പ്രോസസ്സിലേക്ക് നമ്മളെ കൊണ്ടുവരാനുള്ള ബോധപൂർവമായ നിരന്തര പരിശ്രമം, അത് തുടങ്ങേണ്ടത്, എനിക്ക് ഗുരുനിത്യ പറഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ്, നിങ്ങളുടെ എല്ലാ പ്രാക്ടീസും തുടങ്ങേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഇടത്തുനിന്നായിരിക്കണം. കാരണം നിങ്ങൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ ഇടപഴകാൻ കഴിയുന്ന വ്യക്തികളോടായിരിക്കും നിങ്ങൾ ഏറ്റവും മോശമായിട്ട് പെരുമാറുക. അവിടെ ആയിരിക്കണം നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കേണ്ടത്, അവിടെ ആയിരിക്കണം നമ്മൾ കമ്പാഷനേറ്റ് ആയിരിക്കേണ്ടത്. ആ ഒരു കമ്പാഷനിലേക്ക് ഉണരാൻ അവരവരോട് നിരന്തരം സമരം ചെയ്യാൻ, നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ, നമ്മുടെ തുടക്കത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ, സമയം പരിമിതം, ഞാൻ നിർത്താൻ പറഞ്ഞതുപോലെ സർജറി വേണ്ട, നിരന്തരം സർജറി കൊടുത്തുകൊണ്ടിരിക്കുന്നിടത്ത് എവിടെയൊക്കെ സർജറി വേണ്ട എന്ന് തീരുമാനിക്കുന്നത് പോലെ, എവിടെയൊക്കെ ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇവിടെ ദേഷ്യം പിടിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന മനുഷ്യത്വത്തിലേക്ക് ഉണരാൻ നമുക്കെല്ലാവർക്കും ആവട്ടെ എന്ന സ്നേഹത്തോടെ ഈ പുസ്തകം അവതരിപ്പിച്ച സന്തോഷം അവതരിപ്പിക്കുന്നു. സ്നേഹം.